കേന്ദ്ര സർക്കാരിന് എതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പലയിടങ്ങളിലും സംഘർഷം ഉണ്ടായി പോലീസുമായി നേർക്കുനേർ നിന്നുള്ള പോരാട്ടത്തിലേക്ക് അടക്കം പോവുകയാണ്. കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. LIC ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. ഇപ്പോൾ വനിതാ പ്രവർത്തകരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അറസ്റ്റിനോട് വഴങ്ങാതെ പ്രതിരോധം തീർക്കുന്നുണ്ട് പ്രവർത്തകർ. പലയിടങ്ങളിലും കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിലേക്ക്, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുൻപിലേക്ക്, തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക്, ലോക് ഭവനിലേക്ക് നടന്ന മാർച്ചും അങ്ങനെ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നു. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യമാണ്. വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വനിതാ പോലീസ് കൊണ്ടുപോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. LIC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് അവിടെ സംഘർഷ ഭരിതമായി മാറിയത്. ചോർച്ചയിൽ അടക്കം കേന്ദ്ര സർക്കാരിന് എതിരെ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ, വിദ്യാർത്ഥി നേതാക്കൾ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. എല്ലാ ജില്ലകളിലും പ്രതിഷേധമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾക്ക് നേരെയാണ് പ്രതിഷേധമുള്ളത്. പോസ്റ്റ് ഓഫീസ് മാർച്ച്, LIC ഓഫീസ് മാർച്ച്, അങ്ങനെ ലോക് ഭവനിലേക്കുള്ള മാർച്ച്. പലയിടത്തും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ജലപീരങ്കി അടക്കം പ്രയോഗിച്ചു. പോലീസിന് വലിയ ആക്ഷനിലേക്ക് പോയിട്ടില്ല. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്നുണ്ട്. അതുകൊണ്ട് നന്നേ പോലീസ് പണിപ്പെടുന്നുണ്ട് പ്രവർത്തകരെ ശാന്തരാക്കാൻ വേണ്ടി. രാഗിൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. കൊച്ചിയിലെ സംഘർഷം എവിടെ വരെയായി രാഗിൻ? പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചതോടുകൂടി പ്രവർത്തകർ തിരിഞ്ഞ് ഓടിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും വീണ്ടും തിരിച്ച് പ്രവർത്തകർ എത്തുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറിയത്. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി നീക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ പോലീസ് പരമാവധി അതിനെ പ്രതിരോധിച്ചു. അതിനുശേഷം ചില പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി നീക്കി അപ്പുറത്തേക്ക് കടന്ന് DFN ഓഫീസിലേക്ക് ഓടുന്ന അവസ്ഥയുണ്ടായി. തുടർന്ന് പോലീസ് ലാത്തി വീശി. അതിനുശേഷവും വലിയ പ്രതിഷേധം ഇവിടെ തുടരുകയായിരുന്നു. ഈ ബാരിക്കേഡ് തള്ളി നീക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. തുടർന്നാണ് ടിയർ ഗ്യാസ് പോലീസ് പ്രയോഗിച്ചത്. തുടർന്ന് പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത്. അതിനുശേഷം പ്രവർത്തകർ ഇവിടെ നിന്ന് പോകുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ ഇപ്പോൾ വീണ്ടും തിരിച്ചെത്തി. ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിൽ, അല്ലെങ്കിൽ ബാരിക്കേഡിന് ഇപ്പുറത്ത് നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. ഒരു വലിയ സംഘർഷം തന്നെയാണ് എറണാകുളത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. SFI പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാരിക്കേഡ് തള്ളി നീക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. ബാരിക്കേഡ് തള്ളി നീക്കാൻ ശ്രമം നടത്തിയപ്പോൾ പോലീസ് തന്നെ പ്രതിരോധിച്ചു. പിന്നാലെ ടിയർ ഗ്യാസും പ്രയോഗിച്ചു. എന്തായാലും ഇപ്പോൾ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാരിക്കേഡിന് ഇപ്പുറത്ത് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. നേരത്തെ ഇവിടുന്ന് പിന്തിരിഞ്ഞു പോയ പ്രവർത്തകർ തിരിച്ച് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ BSNL ഓഫീസിന് ഏകദേശം ഇപ്പുറത്ത് വെച്ച് തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞ് ഈ മാർച്ച് തടഞ്ഞിരുന്നു. അത് ബാരിക്കേഡ് തള്ളി നീക്കി തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ബാരിക്കേഡിന് അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് SFI പ്രവർത്തകർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പലയിടങ്ങളിലും മാർച്ച് സംഘർഷത്തിലേക്ക് എത്തുമ്പോൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് കാണുന്നത്. തിരുവനന്തപുരത്തെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ലോക് ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം, അത് പോലീസ് പ്രവർത്തകരെ ശാന്തരാക്കാൻ വേണ്ടി ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം നടത്തുകയാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥി പ്രവർത്തകരുണ്ട്. നഗരപ്രദേശമാണ്. വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ലോക് ഭവനിലേക്ക് എത്തി മാർച്ചിന് നേതൃത്വം നൽകുകയാണ്. വലിയ പ്രതിഷേധം തിരുവനന്തപുരത്തും ഉയരുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ തിരുവനന്തപുരത്ത് നമ്മൾ ഒരു സ്ക്രീനിൽ കാണുന്നു. അങ്ങനെ 4 ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. SFIയുടെ സമരം അക്രമാസക്തമായ രീതിയിലേക്ക്, കൂടുതൽ സംഘർഷഭരിതമായ രീതിയിലേക്ക് മാറുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം പലയിടത്തും ഫലം കാണുന്നില്ല. കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും മറ്റ് ജില്ലകളിലുമെല്ലാം പ്രതിഷേധ മാർച്ചുകൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്തുകൊണ്ട് മുദ്രാവാക്യം വിളികളുമായിട്ടാണ് പ്രവർത്തകർ ഇപ്പോൾ മാർച്ച് സംഘടിപ്പിക്കുന്നത്. കൊച്ചിയിലെ SFI മാർച്ചിലും സംഘർഷമുണ്ടായി. പോലീസ് ടിയർ ഗ്യാസ് ഷെൽ പ്രയോഗിച്ച് ലാത്തി വീശി ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ ദിവസം
കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം അറിയിക്കാനായി അണിനിരക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട് എല്ലാ ജില്ലകളിലും SFI മാർച്ച് നടക്കുന്നുണ്ട്. സ്റ്റെഫിൻ തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം മാർച്ചിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ലോക്ഭവനിലേക്കുള്ള മാർച്ച് സംഘർഷഭരിതമാകുന്നുണ്ടോ? പോലീസ് എന്ത് നടപടി എടുക്കുന്നുണ്ടോ? ഒരു ആക്ഷനിലേക്ക് പോയിട്ടുണ്ടോ പോലീസ്? പ്രജീഷ്, വലിയ സംഘർഷാവസ്ഥ ഇപ്പോഴും ലോക്ഭവന് മുന്നിൽ തുടരുകയാണ്. കാരണം പ്രവർത്തകർ, നൂറുകണക്കിന് വരുന്ന SFI പ്രവർത്തകരുണ്ട്. അവകാശ പത്രിക സമർപ്പണ മാർച്ച് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തകരുണ്ട്. വെള്ളയമ്പലം ജംഗ്ഷൻ മുതൽ ഏതാണ്ട് കവടിയ ഈ ലോക്ഭവന് മുന്നിൽ ബാരിക്കേഡ് വെച്ചിരിക്കുന്ന ഭാഗത്ത് വരെ പ്രവർത്തകർ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ്. അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പോയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് SFI. അത് പ്രതിപക്ഷ നേതാവും പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിനും KSUവിനും ഒക്കെ എതിരായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം പോയി കഴിഞ്ഞാണ് ഇപ്പോൾ ഈ മാർച്ച് കൂടുതൽ സംഘർഷഭരിതമായത്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാമാണ് നേതൃത്വം നൽകുന്നത്. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും തുടരുകയാണ്. ഒരു ഭാഗത്തെ ബാരിക്കേഡ് ഇങ്ങനെ ചരിച്ച് ഇട്ടിരിക്കുന്ന കാഴ്ചകൾ കാണാം. ഒപ്പം തന്നെ പോലീസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ കല്ലെറിയുകയും അതോടൊപ്പം തന്നെ ഈ കൊടി കെട്ടിക്കൊണ്ടുവന്ന PVC പൈപ്പൊക്കെ എറിയുന്ന കാഴ്ചകളും കണ്ടു. ഇപ്പോൾ ഒരു ഭാഗത്ത് ഈ ബാരിക്കേഡ് കെട്ടിയിരിക്കുന്ന കയർ ഒന്ന് അഴിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായി ജലപീരങ്കിയാണ് ഇപ്പോൾ പോലീസ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 4-5 തവണ കുറേ നേരം ജലപീരങ്കി പ്രയോഗിച്ചു. 2 വാഹനങ്ങളിൽ നിന്നാണ് ജലപീരങ്കി പ്രയോഗം നടക്കുന്നത്. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം ഇപ്പോഴും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. വനിതാ പ്രവർത്തകരടക്കമുള്ള ആളുകളുണ്ട്. ഒപ്പം SFI പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് സ്കൂളുകൾക്ക് പ്രത്യേകമായിട്ടൊരു സർക്കുലർ നൽകിയിരുന്നു. ഈ പ്രായപൂർത്തിയാക്കാത്ത വിദ്യാർത്ഥികളെ ഈ മാർച്ചിന് വിടരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു സർക്കുലർ അയച്ചിരുന്നു. അത് SFIയുടെ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് SFI ആരോപിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഒരു ഭാഗത്തെ ബാരിക്കേഡ് കൈകൊണ്ട് ഉയർത്തി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. പോലീസുമായി നേരിട്ട് ഒരു ഏറ്റുമുട്ടലിലേക്കോ സംഘർഷത്തിലേക്കൊന്നും ഇതുവരെ കാര്യങ്ങൾ പോയിട്ടില്ല. പോലീസ് അപ്പുറത്തെ ഭാഗത്താണ് നിൽക്കുന്നത്. ബാരിക്കേഡിന്റെ അപ്പുറത്ത് ആ ജലപീരങ്കി വാഹനമൊക്കെ കിടക്കുന്ന ഭാഗത്താണ് പോലീസ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയും. ഒപ്പം ഈ പ്രവർത്തകരെല്ലാം SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവും സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദും ഉൾപ്പെടെയുള്ള ആളുകൾ, ജില്ലാ പ്രസിഡന്റ് നന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ ഭാഗത്തുണ്ട്, ഇപ്പുറത്തെ ഭാഗത്തുണ്ട്. ബാരിക്കേഡ് ഒരു ഭാഗത്തേക്ക് ചരിച്ച് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ SFI പ്രവർത്തകർ. ഏതായാലും സംഘർഷാവസ്ഥ ഇപ്പോഴും ലോക്ഭവന് മുന്നിൽ തുടരുകയാണ്. സ്റ്റീഫനാണ് തിരുവനന്തപുരത്ത് നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് സംഘർഷം കൂടുതൽ ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. അവിടെ ജലപീരങ്കി പ്രയോഗത്തിന് ഇടയിൽ ജലപീരങ്കി ഒരു തവണ പ്രയോഗിക്കുമ്പോൾ പിൻവാങ്ങുന്നുണ്ട്. പക്ഷേ വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡിന് മുൻപിലേക്ക് എത്തി ബാരിക്കേഡ് തള്ളിമറിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ലോക്ഭവന്റെ മുന്നിലാണ്, അതീവ സുരക്ഷാ മേഖല കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. SFI പ്രവർത്തകരുടെ മാർച്ച് സംസ്ഥാന വ്യാപകമായി പുരോഗമിക്കുകയാണ്. കൊച്ചിയിലും സ്ഥിതി സംഘർഷഭരിതമായിരുന്നു. അവിടെ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകൾ കണ്ടു.